Hi everyone, this is Yebin Say from Evika. സെപ്റ്റംബർ ഇവന്റ് എന്ന് പറയുന്നത് ആപ്പിൾ യൂസേഴ്സിന് മാത്രമല്ല ലോകത്തുള്ള എല്ലാ ടെക് ഫാൻസിനും വലിയൊരു എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു ഇവന്റ് ആണ്. സോ ഇറ്റ്സ് കോൾഡ് ടെക്ടംബർ അല്ലേ. ഈ ഒരു ഇവന്റിൽ എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നത്, നമുക്ക് കാണാൻ പോകുന്ന സ്പെക്കുലേഷൻസും അതോടൊപ്പം ബാക്കി ഡീറ്റെയിൽസും റൂമേഴ്സും എല്ലാം നമുക്ക് സംസാരിക്കാം. ഇതുപോലെ അടിപൊളി കാര്യങ്ങളായിട്ട് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായ വാൾ പേപ്പേഴ്സും റീൽസും നിങ്ങൾക്ക് അവിടെ നിന്ന് അറിയാൻ പറ്റും. സോ ദിസ് ഇസ് യബിൻ സേവ്യ, വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം നമ്മുടെ ഐഫോൺ സെക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ദ പവർഫുൾ, ദ മോസ്റ്റ് പെർഫോംഡ് ആൻഡ് ബിലവഡ് ഐഫോൺ 18 Pro സീരീസ്. ഈ ഒരു വട്ടം നമുക്ക് ഡിഫോൾട്ട് മോഡലായിട്ടും വരാൻ പോകുന്നത് 18 Pro സീരീസ് ആണ്. 18 നോൺ പ്രോ സീരീസ് നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു ഡിവൈസിൽ 2 നാനോമീറ്ററിൻ്റെ ആർക്കിടെക്ചറിൽ വരുന്ന ചിപ്സെറ്റ് ആയിരിക്കും ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ബാറ്ററി കൺസപ്ഷൻ നല്ല രീതിക്ക് കുറക്കും. രണ്ടാമത്തെ, ഈ ഒരു ഡിവൈസിൽ പ്രോ വേരിയൻറ്റിൽ നമുക്ക് വേരിയബിൾ അപ്പറേച്ചർ ലഭിക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു വേരിയബിൾ അപ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറ ലെൻസിൽ ഷട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ ലൈറ്റ് കുറേ വരാനും കുറച്ച് വരാനുള്ള ആ ഒരു ഷട്ടർ മെക്കാനിസത്തിനാണ് വേരിയബിൾ അപ്പറേച്ചർ എന്ന് പറയുന്നത്. ഈ ഷട്ടർ അടയുമ്പോൾ തുറയുമ്പോൾ മൾട്ടിപ്പിൾ കാര്യങ്ങളിൽ നോക്കാനുണ്ട്. എഫ് വാല്യൂ, അതേപോലെ നമ്മുടെ ഈ പറയുന്ന ഷട്ടറിൻ്റെ സ്പീഡ്, അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. വേരിയബിൾ അപ്പറേച്ചർ വരുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഒരു ബൊക്കിയില്ലേ, അതായത് നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പല കാര്യങ്ങളും ബ്ലേർഡ് ആയിട്ടാണ് കാണുന്നത്. ഈ ബ്ലേർഡായിട്ട് കാണുന്ന ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഫംഗ്ഷനെ ഫോട്ടോഗ്രാഫിൽ വിളിക്കുന്നത് ബൊക്കെ എന്നാണ്. സോ ഈ ഒരു ബൊക്കെ നമുക്ക് കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ലോ ലൈറ്റ് പെർഫോമൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഇരുട്ടുള്ള മുറിയിൽ നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ കുറച്ച് ലൈറ്റേ ഉള്ളൂ. അപ്പോൾ അപ്പറേച്ചർ വാല്യൂ നമുക്ക് കൺട്രോൾ ചെയ്ത് ഷട്ടർ വലുതാക്കി കൂടുതൽ ലൈറ്റ് ഇൻഫോഴ്സ് ചെയ്ത് നമുക്ക് ബെറ്റർ ഫോട്ടോസ് ലോ ലൈറ്റിലും എടുക്കാൻ പറ്റും. സോ ഇതൊക്കെ ക്യാമറ പെർഫോമൻസിനെ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 നാനോമീറ്ററിൽ വരുന്ന A20 Pro എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ഫോട്ടോഗ്രാഫിക് എഞ്ചിൻ അല്ലെങ്കിൽ ഫോട്ടോണിക് എഞ്ചിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. ഡിവൈസിൻ്റെ കേപ്പബിലിറ്റി, ഫോട്ടോഗ്രാഫിക് കേപ്പബിലിറ്റി മാത്രമല്ല വീഡിയോഗ്രാഫിക് കേപ്പബിലിറ്റി നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യും. സോ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എന്ന് പറയുന്നത് വലിയൊരു ആസ്പെക്റ്റിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എവിക്ക ഒരു വർക്ക്ഷോപ്പ് നിങ്ങൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. യെസ്, വി കോൾ ഇറ്റ് ഐഫോൺ ക്യാമറ വർക്ക്ഷോപ്പ് ബൈ എവിക്ക. നിങ്ങൾക്ക് ഈ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാനായിട്ട് ഒരു നേരത്തെ കുഴിമന്തിയുടെ പ്രൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സത്യം കിട്ടും. നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ആൻഡ് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസിൻ്റെ ഒരു കംപ്ലീറ്റ് ലേ ഓവർ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ August 13th നമ്മുടെ ഫസ്റ്റ് വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ്സും അതോടൊപ്പം കുറച്ചും കൂടെ ഡെപ്തിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് കുറേ പേര് വന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അത് പല ബാച്ചിലായിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് 10 പേര് മാത്രമാണ് ഈ ഒരു ഫസ്റ്റ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുക. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമ്മുടെ എവിക്കയുടെ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലിങ്ക് താഴത്ത് കൊടുത്തേക്കാം. അത് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവും. ഞാനും ഒരു ആപ്പിൾ ഫീച്ചർഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫറും കൂടിയാണ് ഈ വർക്ക്ഷോപ്പ് ചെയ്യുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. സോ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും രജിസ്റ്റർ ചെയ്യുക. തൊട്ടതായത് ലിങ്ക് കൊടുത്തേക്കാം. സോ ഐഫോൺ ഫോട്ടോഗ്രാഫിയിൽ അങ്ങനെ കുറേ മാറ്റങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ 30% ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. 30% എന്ന് പറയുന്നത് iOS 27 വരുമ്പോൾ ഫ്ലൂയിഡും ലിക്വിഡും ആയിട്ടുള്ള ആ ഒരു ആനിമേഷൻസും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു കാര്യവും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും ആ ഒരു പെർഫോമൻസും ലോക്ക് ചെയ്യുന്നതും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതും ഫ്രെയിം റേറ്റ് മാറുന്നതും ഓരോ സ്ക്രോളിലും നമുക്ക് ആ ലിക്വിഡ് ആനിമേഷൻ ഫീൽ ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ട്. ഇത് 18 Pro സീരീസിൽ വരുന്ന ഒരു കാര്യമാണ്. അടുത്തതാണ് ദ ബ്രാൻഡ് ന്യൂ കംപ്ലീറ്റ്ലി റീഇമാജിൻഡ് ആയിട്ടുള്ള ഐഫോൺ ഫോൾഡ് എന്ന് പറയുന്നത്. ഈ ഒരു പേര് നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല. കാരണം ആപ്പിളിന് ഒരു പ്രത്യേക നെയിമിംഗ് സ്കീമാണ് ഇപ്പോൾ ഉള്ളത്. മൾട്ടിപ്പിൾ നെയിമിംഗ് സ്കീം ആപ്പിൾ എടുക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ മാക്ബുക്ക് നിയോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ കുറച്ചധികം നെയിമിംഗ് നമുക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നെയിംസ് വന്നിട്ടുണ്ട്. ഞാനെല്ലാം പറയാം. ഒന്നാമത്തെ ഐഫോൺ ഫോൾഡ് യൂഷ്വലി കേൾക്കുന്ന ആ ഒരു പേരാണ്. രണ്ടാമത്തെ ഐഫോൺ അൾട്ര എന്ന് പറയുന്നത്. സാംസങ് ഗാലക്സി അൾട്ര ഓൾറെഡി ഉള്ളതുകൊണ്ട് ആ ഒരു പേരെടുക്കുമെന്ന് നമുക്ക് നോക്കി കണ്ട് തന്നെ അറിയേണ്ടി വരും. പക്ഷേ ആപ്പിൾ വാച്ചിൽ അൾട്ര സീരീസ് ഉള്ള കൊണ്ട്
ഐഫോൺ അൾട്ര വരികയാണെങ്കിൽ ഇത് രണ്ടും ഒരു അൾട്രാ സെഗ്മെന്റിലേക്ക് ആപ്പിളിന് മാറ്റാൻ പറ്റും. മൂന്നാമതാണ് ഐഫോൺ ഡുവോ എന്ന് പറയുന്നത്. അതായത് രണ്ട് സ്ക്രീനും ഒറ്റ സ്ക്രീനോട്ട് മടക്കുമ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഐഫോൺ ഡുവോ എന്നുള്ള പേരും വരുമെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി ഇറ്റ്സ് കോൾഡ് ഐഫോൺ ഫോളിയോ എന്ന് പറയുന്നത്. ഇങ്ങനെ പല നെയിമിംഗ് സ്കീം ഇപ്പോൾ നമുക്ക് വരുന്നുണ്ട്. പക്ഷേ ഏതാണ് വരാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. അത് ഉറപ്പായിട്ടും ഈ പറഞ്ഞ ആപ്പിൾ ഇവൻ്റ് വരെ നമുക്ക് കാത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആപ്പിൾ ഇവൻ്റ് സെപ്റ്റംബറിലായിരിക്കും വരാൻ പോകുന്നത്. കറക്റ്റ് ഡേറ്റും ബാക്കി കാര്യങ്ങളും ഞാൻ അവസാനം പറയുന്നുണ്ട്. സോ ഈ ഒരു ഐഫോൺ അൾട്ര അല്ലെങ്കിൽ ഐഫോൺ ഫോൾഡിൽ നമുക്ക് 2 നാനോമീറ്റർ ചിപ്സെറ്റിനായിരിക്കും വരുന്നത്, വിച്ച് കേപ്പബിൾ ഓഫ് ഓൾ ദ തിങ്സ് വിത്ത് 18 Pro സീരീസ്. പക്ഷേ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാനുണ്ട്. പ്രോ സീരീസിൽ നിങ്ങൾക്ക് 3 ക്യാമറ ഉണ്ടെങ്കിൽ ഫോൾഡ് സീരീസിൽ നിങ്ങൾക്ക് 2 ക്യാമറ ആയിരിക്കും വരുന്നത് പുറത്ത്. ആൻഡ് അകത്ത് നിങ്ങൾക്കൊരു 18 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ ലഭിക്കുന്നുണ്ട്. ഈ 3 ക്യാമറയാണ് നിങ്ങൾക്ക് ഡിവൈസിൽ ലഭിക്കുന്നത്. ആൻഡ് നമുക്ക് ഈ സ്പേസും അതോടൊപ്പം ഡിവൈസിൻ്റെ എന്താ പറയുക പല കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസൈൻ കാരണം ഫേസ് ഐ ഡി ഉണ്ടാവില്ല. അതിനു പകരം ദ ലെജൻഡറി ടച്ച് ഐ ഡി ഈസ് കമ്മിങ് ബാക്ക്. ഐഫോൺ ഹിസ്റ്ററിയിലെ ഏറ്റവും കൂടുതൽ റെവല്യൂഷനായ ഒരു കാര്യം കൊണ്ടെന്നാണ് ടച്ച് ഐ ഡി എന്ന് പറയുന്നത്. സോ ടച്ച് ഐ ഡി തിരിച്ചു വരുന്നുണ്ട്. ഫേസ് ഐ ഡി ഉണ്ടാകും എന്നും റൂമറുണ്ട്. പക്ഷേ മോസ്റ്റ്ലി ആപ്പിള് ഈ പറഞ്ഞ ടച്ച് ഐ ഡി കൊണ്ടുവരും എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് എന്താ പറയുക ഒതൻറ്റിക്കേറ്റിംഗ് നെറ്റ്വർക്കിംഗ് പ്രോസസ് ആയിരുന്നു ഈ ടച്ച് ഐ ഡി എന്ന് പറയുന്നത്. അതും തിരിച്ചു വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഐഫോൺ ഫോൾഡ് എന്ന് പറയുന്നത് വേൾഡ് തിന്നസ്റ്റ് ഐഫോൺ ആയിരിക്കും എന്നും ഒരു റിപ്പോർട്ടുണ്ട്. സോ നമുക്കതൊക്കെ കണ്ടിരുന്ന് അല്ലെങ്കിൽ അത് കാത്തിരുന്ന് കണ്ട ഒരു വലിയ കാര്യം തന്നെയാണ്. ഈ ആപ്പിളിൽ എന്തൊക്കെയായിരിക്കും നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ട് വരാൻ പോകുന്നത് തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു സീരീസാണ് ആപ്പിൾ വാച്ച് എന്ന് പറയുന്നത്. ആപ്പിൾ വാച്ചിൽ നമുക്ക് 2 സീരീസാണ് വരുന്നത്. ഒന്നാമത്തെ ആപ്പിൾ വാച്ച് 12 ആൻഡ് രണ്ടാമത്തെ ആപ്പിൾ വാച്ച് അൾട്ര 4 എന്ന് പറയുന്നത്. 2 ഡിവൈസിലും ഉപയോഗിക്കുന്ന ചിപ്സെറ്റ് ഒന്നായിരിക്കും. ആപ്പിൾ വാച്ചിൻ്റെ സീരീസ് 12 വലിയൊരു മാറ്റങ്ങളോ ഒന്നും ആപ്പിൾ കൊണ്ടുവരാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ 2 സീരീസിലും അൾട്രയിലും 12 നിങ്ങൾക്ക് ഹെൽത്ത് സ്കാനിങ് അല്ലെങ്കിൽ ഹെൽത്ത് ട്രാക്ക് ചെയ്യുന്ന സെൻസേഴ്സ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവും. FDA അപ്രൂവലും ബാക്കി കാര്യങ്ങളുള്ള പ്രോസസ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ആൻഡ് മച്ച് ബ്രൈറ്റർ ആൻഡ് മച്ച് ലൈറ്റർ ആയിട്ടുള്ള ഫോം ഫാക്ടറിലേക്കും ആപ്പിളിൻ്റെ വാച്ച് സീരീസും നമുക്ക് കാണാൻ പറ്റും. ഇനി വരാൻ ചാൻസ് ഉള്ള കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആപ്പിളിൽ തന്നെ ആപ്പിൾ TV 4K എന്ന് പറയുന്നത്. ഇത്രയും നാൾ നമ്മൾ കണ്ട ആ ഒരു ഓൾഡർ പ്രോസസ്സായിട്ടുള്ള ആപ്പിൾ TV ആയിരിക്കില്ല. പുതിയ പ്രൊസസ്സർ, പുതിയ റാം ആൻഡ് പുതിയ സ്പെക് എല്ലാം വെച്ചുകൊണ്ട് ഇൻക്ലൂഡിങ് ആപ്പിൾ സിറി AI ഒക്കെ ഇൻക്ലൂഡ് ചെയ്തായിരിക്കും പുതിയ ആപ്പിൾ TV വരാനുള്ള ചാൻസ്. അതേപോലെ തന്നെ ഓവർ ദ ക്ലൗഡായിട്ട് നിൽക്കുന്ന ആപ്പിളിൻ്റെ ഹോം സ്മാർട്ട് ഹബ് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഈ പറയുന്ന ഐപാഡും സ്പീക്കറും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള സ്മാർട്ട് ഹോം ഹബ്ബും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഹോം വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ ഹോം സെക്യൂരിറ്റി ക്യാമറാസും ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ക്യാമറയിലേക്കൊക്കെ ആപ്പിൾ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. മേ ബി ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി കമ്പനി ആയിട്ടുള്ള ഏതെങ്കിലും ഹാൻഡിലിങ്ങോ അല്ലെങ്കിൽ കൊളാബറേഷനൊക്കെ ആയിട്ടായിരിക്കും ഈ പറഞ്ഞ ക്യാമറ സെക്യൂരിറ്റി, അതും ഹോം ക്യാമറ സെക്യൂരിറ്റിയിലേക്ക് വരാൻ പോകുന്നത്. ആ ഒരു സെഗ്മെൻറ്റ് ആപ്പിൾ എടുക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യാം. അതോടൊപ്പം പിന്നെയുള്ള സ്പെക്കുലേഷൻസ് ആണ്. ഒന്നാമത് ഹോം പോഡ് മിനി 2nd ജനറേഷനും രണ്ടാമത് ഹോം പോഡ് എന്ന് പറയുന്നത്. ഈ ഹോം പോഡിനൊക്കെ പുതിയ പുതിയ ചിപ്സെറ്റും ബാക്കി കാര്യങ്ങളും കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ C2 C1 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് കണ്ടല്ലേ, മോഡം ചിപ്സെറ്റ്. അതേപോലെ തന്നെ ആപ്പിളിൽ തന്നെ കുറച്ചധികം ചിപ്സെറ്റ് ഉണ്ട്. ഈ ചിപ്സെറ്റ് വെക്കുമ്പോൾ ഐഫോണിൽ നിന്ന് ജസ്റ്റ് അടുത്ത് കൊണ്ടുവരുമ്പോൾ പ്രോക്സിമിറ്റി സെൻസിങ്ങും ഈ ഓഡിയോ ട്രാക്കിങ്ങും ഓഡിയോ ട്രാൻസ്ഫറിങ്ങും എല്ലാം ഫാസ്റ്റ് ആക്കാൻ ആപ്പിളിന് പറ്റും. സോ ആ ഒരു എക്കോസിസ്റ്റത്തിൽ പിടിച്ചു നിർത്താൻ ഈ പറഞ്ഞ ഫ്ലൂയിഡായുള്ള ട്രാൻസിഷൻസ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ആപ്പിൾ യൂസേഴ്സിനെ സംബന്ധിച്ച്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്പെക്കുലേഷൻസ് ആണ്. ഇങ്ങനെയൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കും. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്നത് 2 പുതിയ കാര്യങ്ങൾ കാണാനാണ്. ഒന്ന്, ടിം കുക്ക് ഈസ് സ്റ്റെപ്പിംഗ് ഡൗൺ. 2, ജോൺ ടേണേഴ്സ് ഈസ് സ്റ്റെപ്പിംഗ് അപ്പ്. അതെ, ബൈ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ടിം കുക്ക് ഇപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൽ നിന്ന് താഴത്തേക്ക് ഒരു സീനിയർ ബോർഡ് മെമ്പറായിട്ട് താഴത്തേക്ക് ഇറങ്ങുകയാണ്. അതേ സമയത്ത് യങ്ങും അതോടൊപ്പം വൈബ്രൻറ്റും ആയിട്ടുള്ള ജോൺ ടേണേഴ്സ് നമ്മുടെ CEO പദവിയിലേക്ക് വരികയാണ്. ഈ സ്റ്റീവ് ജോബ്സും ടിം കുക്കും ജോൺ ടേണേഴ്സിൻ്റെ ഒരു കംപ്ലീറ്റ് സീരീസ് ഓഫ് എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ തൊട്ട് താഴത്ത് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് സമയമുള്ള പോലെ കണ്ടിരുന്നാൽ പെട്ടെന്ന് ഈ പറഞ്ഞ ആപ്പിളിൻ്റെ ഫുൾ ഡോക്യുമെൻ്ററി മനസ്സിലാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈ പറഞ്ഞ ജോൺ ടേണേഴ്സ് ആണ്
മാക്ബുക്കിലെ പോർട്ടുകൾ തിരിച്ചു കൊണ്ടുവരാനും അതോടൊപ്പം ഐഫോൺ എയറിൻ്റെ ഡിസൈനുകളും അങ്ങനെ കുറേയധികം പ്രൊഡക്റ്റുകളുടെ എന്താ പറയുക എന്തൂസിയാസം തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആസ് എ ആപ്പിൾ എന്തൂസിയാസ്റ്റ് നമുക്ക് കുറേയധികം പ്രൊഡക്റ്റുകൾ ഈ വരുന്ന വർഷങ്ങളിൽ കാണാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഈ ഒരു ഇവൻറ്റും നമുക്ക് മിക്കവാറും സെപ്റ്റംബർ 8 ആയിരിക്കും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം രാത്രി 10 കാണാൻ പോകുന്നത്. കാരണം 7 ഒരു ലേബർ ഡേ ആണ്, അതുകൊണ്ട് അമേരിക്കയിൽ എല്ലാവർക്കും ഓഫ് ആയിരിക്കും. 8 ആയിരിക്കണം മിക്കവാറും ഇവർ ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ പിന്നെയുള്ള ആഴ്ചയായിരിക്കും നമുക്ക് കാണാനുള്ള ചാൻസ്. ഈ ഒരു ഓഗസ്റ്റിൽ തന്നെ എന്തായാലും ആപ്പിളിൻ്റെ ഇൻവൈറ്റ്സ് ഈ ഒരു ഇവൻറ്റിൻ്റെ സെപ്റ്റംബർ ഇവൻറ്റിൻ്റെ ഇൻവൈറ്റ്സ് എന്തായാലും വരും. നിങ്ങൾ ഏത് പ്രൊഡക്റ്റിനാണ് എക്സൈറ്റഡ് ആണ് തൊട്ടത് അത് കമൻറ്റ് ചെയ്യുക. അത് നമ്മുടെ എവിക്കയുടെ ഐഫോൺ ക്യാമറ വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ തൊട്ടതായത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എന്തായാലും ജോയിൻ ചെയ്യുക. ഇതുപോലെ അടിപൊളി കാര്യങ്ങളായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണമെങ്കിൽ അവിടെയും നിങ്ങൾക്ക് വാൾപേപ്പേഴ്സ് ലഭിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഈസ് എബിൻ സേവ്യ സൈനിങ് ഫ്രം എവിക്ക.